പാണ്ഡവരുടെ രണ്ടാമത്തെ ദൂതനായി കൃഷ്ണൻ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ആ വിവരം ചാരന്മാർ മുഖേന ഹസ്തിനാപുരം അറിയുന്നു. അങ്ങനെ ഹസ്തിനാപുരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ പുറപ്പെട്ടപ്പോൾ എതിരേൽപ്പിനായി ദുര്യോധനനൊഴികെയുള്ള ധാർതരാഷ്ട്രന്മാർ അണിഞ്ഞൊരുങ്ങി ഭീഷ്മദ്രോണാദി കൃപാദികളോടുകൂടി അങ്ങനെയുള്ള ഗുരുജനങ്ങളോട് ഏവരോടും കൂടി ചെന്നു. വളരെയധികം പൗരന്മാരും കൃഷ്ണനെ കാണുവാനായി പല വാഹനങ്ങളിൽ കയറിയും കാൽനടയായും വന്നുകൂടി ഹസ്തിനാപുരത്തിലേക്ക്. വഴിക്ക് ഭീഷ്മനോടും ദ്രോണരോടും ധാർതരാഷ്ട്രന്മാരോടും കൂടി ചേർന്ന് കൃഷ്ണൻ പുരത്തിലേക്ക് വന്നു കയറി. കൃഷ്ണനെ സൽക്കരിക്കാനായി മോടിയോടുകൂടിയ ആ പുരത്തിൽ വിശിഷ്ട വസ്തുക്കൾ ചിന്നിയ മട്ടിൽ രാജവീഥികൾ പ്രശോഭിച്ചു. അന്നാരും തന്നെ വീട്ടിനകത്ത് അടച്ചിരുന്നില്ല. എല്ലാവരും സ്ത്രീവൃദ്ധ ബാലകന്മാരോടുകൂടി കൃഷ്ണനെ ദർശിക്കുവാനായി കൗതുകത്തോടെ വീതിയിലെത്തി. രാജമാർഗങ്ങളിൽ ഭൂമിയിൽ നിന്നിരുന്ന മർത്യന്മാർ വാസുദേവൻ പ്രവേശിക്കുമ്പോൾ വാഴ്ത്തി സ്തുതിച്ച് ശ്രേഷ്ഠകളായ സ്ത്രീകൾ നിറഞ്ഞ ആ രാജമാർഗത്തിലുള്ള ഉന്നത ഗ്രഹങ്ങൾ ഭാരം കൊണ്ട് ഇളകുന്ന വിധം കാണപ്പെട്ടു. അപ്രകാരം തന്നെ ജനനിബിഡമായ രാജവീതിയിലൂടെ ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന രഥാശ്വങ്ങൾക്ക് ജനസാന്ദ്രത മൂലം ഗതി വഴിമുട്ടിയതായി കാണപ്പെട്ടു. ആ ശത്രുകർശനനായ ഭഗവാൻ സൗധനിര കൊണ്ട് ശോഭിക്കുന്ന ധൃതരാഷ്ട്ര ഗൃഹങ്ങളിലേക്ക് കയറി. കേശവൻ രാജഗൃഹത്തിൽ 3 കാവൽ സ്ഥാനങ്ങളിൽ കയറി ചെന്ന് വൈചിത്രവീര രാജാവിന്റെ അരികിലെത്തി. അതായത് വിചിത്രവീരന്റെ പുത്രനാകുന്ന ധൃതരാഷ്ട്രരുടെ അരികിൽ എത്തി. പ്രാജ്ഞാദൃഷ്ടിയും കീർത്തിമാനുമാകുന്ന രാജാവ് ദ്രോണ ഭീഷ്മന്മാരോടുകൂടി എഴുന്നേറ്റു. സോമദത്തൻ, കൃപൻ, ബാൽഹീക രാജാവ് എന്നിവരും കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ എഴുന്നേറ്റ് ചെന്ന് സൽക്കരിച്ചു. കീർത്തിമാനായ ധൃതരാഷ്ട്ര രാജാവിന്റെ പാർശ്വത്തിലെത്തിയ കൃഷ്ണൻ ഭീഷ്മനോടുകൂടി നല്ല വാക്കുകളെല്ലാം പറഞ്ഞു. അവരിൽ ധർമ്മക്രമത്തെ ചെയ്തതിന് ശേഷം രാജാക്കന്മാരുമായി ചേർന്ന് സപുത്രനായ ദ്രോണർ, കീർത്തിമാനായ ബാൽഹീക രാജാവ്, സോമദത്തൻ, കൃപൻ എന്നിവരുമായി ജനാർദ്ദനൻ ചേർന്ന് നിന്ന് സംസാരിച്ചു. അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളതും ഊർജിതമായി ശോഭിക്കുന്നതുമായ വലിയ പൊന്മയമായ ആസനത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ വാക്കുകേട്ട് അച്യുതൻ ഇരുന്നു. പിന്നെ ഗോവ്, മധുപർക്കങ്ങൾ, ജലം എന്നിവ മധുവൈരിയെ ആചാരമര്യാദ പോലെ ധൃതരാഷ്ട്ര മഹാരാജാവ് സമർപ്പിച്ചു. സൽക്കാരം ഏറ്റുവാങ്ങിയതിന് ശേഷം ഗോവിന്ദൻ കുരുക്കളെ നന്ദിപ്പിച്ചു. അതായത് കുരുക്കളോട് നന്ദി അർപ്പിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവ് സൽക്കരിച്ച പൂജയേറ്റ് കുരുക്കളുടെ മധ്യത്തിൽ ബന്ധുജനബന്ധം കാണിച്ച് ഗോവിന്ദൻ ആഹ്ലാദത്തോടെ വാണു. പിന്നെ രാജാവിന്റെ സമ്മതം ഏറ്റുവാങ്ങി അവിടെ നിന്നും നടന്നു. ന്യായം പോലെ കുരുസഭയിൽ ചെന്ന് കുരുക്കളെ കണ്ടതിന് ശേഷം രമ്യമായ വിതുരരുടെ ഗൃഹത്തിലേക്ക് ചെന്നു. വിതുരർ മംഗളദ്രവ്യങ്ങളുമായി ചെന്ന് എതിരേറ്റു കൃഷ്ണനെ. അഭീഷ്ടം പോലെ ദശാർഹനായ വാസുദേവനെ പൂജിച്ചു. ഹേ പുഷ്കരാക്ഷ, ഭവാനെ കാണുകയാൽ എൻ്റെ ഉള്ളിലെ രസം ഞാൻ എങ്ങനെ അറിയിക്കുവാൻ ശക്തനാകും? ഞാൻ എന്തു പറയട്ടെ? ഭവാൻ ദേഹികളുടെ അന്തരാത്മാവാകുന്നുവല്ലോ. ആതിഥ്യം ചെയ്തതിന് ശേഷം മധുവരിയായ ഗോവിന്ദനോട് ധാർമ്മികരായ വിതുരർ പാണ്ഡവന്മാരുടെ ക്ഷേമം ചോദിച്ചു. ധർമ്മനിത്യനായ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി കൃഷ്ണൻ പാണ്ഡവരുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ദിവസം ഹസ്തിനാപുരത്തിൽ എത്തിച്ചേർന്ന കൃഷ്ണൻ വിതുരരുടെ വീട്ടിൽ സുഖമായി അന്നേ ദിവസം പാർത്തു.